ആനുപാതിക പിന്തുണ പ്രഖ്യാപിക്കുന്നു. പ്രതിപക്ഷ നേതാവിനോട് കോംപ്രമൈസിന് തയ്യാറാവുന്നു. അവിടെയും ആര്യാടൻ ഷൗക്കത്തിനോട് ഒരു സന്ധിയില്ലല്ലോ. അതിലും വലിയൊരു പ്രശ്നം അവിടെ അവശേഷിക്കുന്നുള്ളത് കൊണ്ടാണ്. അത് ഒരു സന്ധിയില്ലായ്മയില്ല. ഞാൻ പറഞ്ഞില്ല, ഒരു അഭിപ്രായം പറഞ്ഞാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ അഭിപ്രായം ഉണ്ടല്ലോ, ഇനിയിപ്പോൾ അങ്ങനെ ആക്കല്ലോ. നിങ്ങളിപ്പോൾ മലപ്പുറത്തിൻ്റെ പല ഭാഗത്തുനിന്ന് വന്ന ജില്ലയിലെ പ്രധാന പത്രപ്രവർത്തകരാണല്ലോ. ഇവിടെ നിലമ്പൂരിലെ പത്രപ്രവർത്തകരിരിക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങളെ സുഹൃത്തുക്കളുമാണ്. നിങ്ങൾ അവരോടൊക്കെ ഒന്ന് സ്വകാര്യത്തിൽ ചോദിച്ചു നോക്കുക എന്താ അഭിപ്രായം. അൻവർ പറഞ്ഞ അഭിപ്രായത്തിനെ കുറിച്ച് എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? പേഴ്സണലായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാമല്ലോ. ഇല്ല, ഒരാളും ബന്ധപ്പെട്ടില്ല. ഇന്നലെ ഒരു ദിവസം ഉണ്ടായിട്ടുള്ളൂ. സോഷ്യൽ മീഡിയയിലൊക്കെ താങ്കൾക്കെതിരെ VSTV നടത്തിയ ചില പരാമർശങ്ങളും താങ്കൾ VSTVക്കെതിരെ നടത്തിയ ചില തമാശ രൂപത്തിലുള്ള അവഹേളന പരാമർശവും വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. ആളുകൾക്ക് നല്ല ഹരമല്ല കേൾക്കാൻ. ജനങ്ങൾക്ക് കേൾക്കുമ്പോൾ ഹരമല്ലോ. ഇതിപ്പോൾ എൻജോയ് ചെയ്ത് ദിസ് ഈസ് വാട്ട് പൊളിറ്റിക്സ് എൻജോയ് ചെയ്യാന്ന് പറഞ്ഞാൽ അതാണ്. ആ എൻജോയ്മെന്റ് നടക്കട്ടെ എന്ന്. തൃണമൂൽ കോൺഗ്രസിന്റെ സംസ്ഥാന കൺവീനറാണ്. ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ തീർച്ചയായും തൃണമൂൽ കോൺഗ്രസിന് ഒരു സ്ഥാനാർത്ഥി ഇല്ലാതാവുകയും അത് കോൺഗ്രസിന് പിന്തുണ കൊടുക്കുന്ന ഒരു തൃണമൂൽ കോൺഗ്രസ് ആവുകയും ചെയ്തത് തൃണമൂൽ കോൺഗ്രസിന്റെ നയത്തിന് എതിരായ ആയിരിക്കും. ഒരിക്കലും ആവില്ല. എന്നോട് ഈ പറയുന്ന ഈ വിഷയം സംസാരിച്ചാണ്. കാരണം കേരളത്തിൽ ഈ ഒരു പ്രതിസന്ധി ഉണ്ടല്ലോ. ദീദി എന്നോട് പറഞ്ഞത് അവർക്ക് കോൺഗ്രസുമായിട്ട് ഒരു അഭിപ്രായ വ്യത്യാസമില്ല. ഈ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ പോലും CPM-നെ കൂട്ടിച്ചേർത്തിട്ടാണ് എന്താ പറയുക ഒരു ചർച്ചയ്ക്ക് വന്നത്. CPM-ലെ ഒരു വിഭാഗം അവിടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ BJP-യുമായി ചേർന്ന് നിന്നിട്ടാണ് ഇവരെ തോൽപ്പിക്കാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ CPM ഫൈറ്റിനെതിരെ കോൺഗ്രസിനോട് യോജിക്കുന്നതിൽ ഒരു അഭിപ്രായ വ്യത്യാസമല്ല. ശക്തമായിട്ട് നിങ്ങൾ നിന്നോളൂ. ഈ ഉപതെരഞ്ഞെടുപ്പ് വരികയാണെങ്കിൽ അവർ UDF-ൻ്റെ സ്ഥാനാർത്ഥിക്ക് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ തൃണമൂൽ കോൺഗ്രസിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ലീഡർഷിപ്പ് നിലമ്പൂരിൽ വരും. പിന്നെ അവിടെ എവിടെ പ്രശ്നം? അത് പിന്നെ ഊതി ഉറപ്പിച്ച് പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ് ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്താ പിന്തുണ കൊടുക്കും? എന്തായിരുന്നു? എൻ്റെ പിന്തുണയെക്കുറിച്ചല്ലല്ലോ പറയുന്നത്. ഞാനിപ്പോൾ പറയും UDF ആരെ നിർത്തിയാലും ഞാൻ പിന്തുണ കൊടുക്കാൻ തർക്കമില്ല. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ പ്രവർത്തിക്കും ചെയ്യും. ഞാൻ ജനങ്ങളുടെ മൈൻഡ് സെറ്റാണ് പറഞ്ഞത്. ഇവിടുത്തെ രാഷ്ട്രീയത്തിനപ്പുറം ഈ നാട് നേരിടുന്ന സാമൂഹിക പ്രശ്നം കൂടിയുണ്ട്. അത് വലിയൊരു വിഷയം എന്ന് പറയുന്നത് ഈ മലയോര മേഖലയിലാണ്. ആ മലയോര മേഖലയിലെ ബഹുഭൂരിപക്ഷം ആളുകളും ക്രൈസ്തവരാണെന്നുള്ള ഉമ്മറിനടക്കം അറിയാം. നമ്മൾ ഈ നാട്ടിലാണല്ലോ ജീവിക്കുന്നത്. സ്വാഭാവികമായിട്ടും അവർക്കൊരു റെപ്രസെൻറ്റേഷൻ ഈ വിഷയത്തിലുണ്ടാകണം. സ്വാഭാവികമായിട്ടും ക്രൈസ്തവ സമുദായം ഡെസ്പാണ്. എനിക്കറിയാം, നമുക്കൊക്കെ അറിയുന്നതാണ്. കാരണം ആരും അവർ നോക്കാനില്ല. അവരുടെ വിഷയങ്ങൾ ഏറ്റെടുക്കാൻ അവരുടെ ഭാഗത്തുനിന്ന് ആരില്ല. അവർക്ക് MLA-മാർ കുറവാണ്. 73 MLA-മാരാണ് ഈ പറയുന്ന കാസർഗോഡ് ടു തൃശ്ശൂർ, നമ്മളെ ഈ മലബാർ സെക്ടറിൽ 7. 2 ആളാണ് കോൺഗ്രസ് എന്നുള്ളത്. CPM എന്നുള്ളത് 3 ആൾ. 73-ൽ 5 ആണുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്രയും വിഷയം മലബാറിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് മലയോരം തന്നെയാണ്. അല്ലല്ല, പലപ്പോഴും നിങ്ങൾക്കറിയാതെ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ തന്നെ ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഒരു MLA വേണമെന്ന് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി സംസാരിച്ചാണല്ലോ കോൺഗ്രസ്സായിട്ട്. എന്താ പറയുക, നമ്മുടെ കൽപ്പറ്റ സീറ്റ് അവർക്ക് കൊടുക്കണമെന്ന് വലിയ വാശിയും സംസാരമുണ്ട്. നിങ്ങൾക്കൊക്കെ അറിയുന്ന കാര്യമില്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ ഡെസ്പാണ്. ആ കമ്മ്യൂണിറ്റിയെയും ആ മലയോര മേഖലയിലെ ജനങ്ങളെയും ഈ പിണറായിസത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ നമ്മൾ മുന്നിൽ നിന്ന് ഫൈറ്റ് ചെയ്യുമ്പം അവർക്കും ഒരു ആത്മവിശ്വാസം വേണം. അവരോടൊപ്പം നിന്ന് അവരുടെ പ്രശ്നം കൂടി ഏറ്റെടുക്കാൻ കഴിയുന്ന ഒരാളുണ്ടാകണം എന്ന് സ്വാഭാവികമല്ലേ. നമ്മളാണെങ്കിൽ ആഗ്രഹിക്കില്ലേ ആ മലയോര മേഖലയിൽ? നമ്മളാണെങ്കിൽ അത്രേ ഞാൻ പറഞ്ഞുള്ളൂ ജോയിൻ്റെ കാര്യം. അതിനി തീരുമാനിക്കേണ്ടത് UDF ലീഡർഷിപ്പാണ്. ഇല്ല, രാഷ്ട്രീയമൊന്നുമില്ല. അത് ജനങ്ങളെ സഹായിക്കുന്ന രാഷ്ട്രീയത്തിലേ ഉള്ളൂ. അത് അദ്ദേഹത്തോട് അന്ന് ആ 4ാം ഷിഫ്റ്റ് ഉദ്ഘാടന സമയത്ത് ഒരു റിക്വസ്റ്റ് എന്ന നിലയ്ക്ക് ഞാൻ പറഞ്ഞു. അദ്ദേഹം അവിടുന്ന് അത് ആക്സെപ്റ്റ് ചെയ്തു. ഇപ്പോൾ ആ മെഷീന് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളാരോ ഇല്ല മാപ്പ് വയ്ക്കാനെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. ഞാൻ അത് പറഞ്ഞല്ലോ. അല്ല കുഴപ്പമില്ലാന്ന്. ഏതാ? എനിക്കൊന്നൊരു 2.5 months അത്രേ ഉള്ളൂ. ആ മീറ്റിംഗ് ഡേറ്റ് വേണമെങ്കിൽ തരാം, നോക്കിയാൽ കിട്ടും. ആരെയും പിന്നെ കണ്ടിട്ടില്ല. പ്രവർത്തകരൊക്കെ വിളിക്കുന്നുണ്ട്.
എൻ്റെ ഫോണിൽ വിളിക്കാൻ ആഗ്രഹം ഉണ്ടാവും, പേടിയാണ്. ആളുകളടുത്ത് മെസ്സേജ് വിടും, അൻവറാക്കാനോട് അന്വേഷിച്ച് പറയണമെന്ന്. ഫോണിൽ വിളിക്കാൻ പേടിച്ചിട്ടോ, അല്ലാന്നല്ല. പ്രവർത്തകർ പിന്നെ ബന്ധപ്പെടുന്നുണ്ട്. അതിപ്പോൾ ഈ പറഞ്ഞതിൻ്റെ ആകത്തുക അതാണല്ലോ. ഇനി താങ്കൾ തീരുമാനിച്ചാൽ മതി എന്താ പറഞ്ഞതെന്നല്ലേ.